അപ്പോൾ ജോബി, നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോണ കോൺസെപ്റ്റാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. പൊസിഷനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് അതെന്താണെന്ന് അറിയാം. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ചേഞ്ച് ഇൻ പൊസിഷൻ. ഇഫ് x1 is the initial position of an object and x2 is its final position, the displacement of the object is delta x is equal to x2 minus x1. ഈ ഒരു ട്രയാങ്കിൾ കാണിച്ചിട്ടില്ലേ, അതിൻ്റെ പേരാണ്, അതൊരു ഗ്രീക്ക് ലെറ്ററാണ് ഡെൽറ്റ. അതായത് ആ ഗ്രീക്ക് ലെറ്ററിൻ്റെ ക്യാപിറ്റൽ വെർഷനാണ് ഈ ട്രയാങ്കിൾ. അതിൻ്റെ സ്മോൾ വെർഷനും ഉണ്ട്, അത് അങ്ങനെ ഇരിക്കും. ഓക്കെ, അത് അങ്ങനെ ഇരിക്കും. ഓക്കെ, അത് ഇതിൻ്റെ ഡെൽറ്റയുടെ സ്മോൾ ലെറ്റർ, ഇത് അതിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ. അപ്പോൾ ഡെൽറ്റ എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു x2 മൈനസ് x1. എത്ര ദൂരം പോയി എന്നുള്ളതല്ലേ? എത്ര ദൂരം പോയി എന്ന് മാത്രമുള്ളതല്ല, ഏത് ദിശയിൽ എത്ര ദൂരം പോയി എന്നാണ് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കാണിക്കുന്നത്. അപ്പോൾ ഏത് ദിശയിൽ എത്ര ദൂരം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ദിശ എന്ന് പറയുന്നത്, ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ ഇതൊരു ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു പുതിയൊരു കോൺസെപ്റ്റ് അല്ലേ. അപ്പോൾ അത് നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയും ഇത് ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസ് മാതിരിയാണ്. അല്ല, ഇത് ഡിസ്റ്റൻസ് മാതിരിയല്ല. ഡിസ്റ്റൻസ് മാതിരിയാണെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ ഇത് ഡിസ്റ്റൻസ് അല്ല. ഇതിൽ ഒരു ഡയറക്ഷനും ഉണ്ട്. ഏത് ഡയറക്ഷൻ? ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്കുള്ള ഡയറക്ഷൻ. x1 x2ലേക്കുള്ള ഡയറക്ഷനിലുള്ള ദൂരമാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് വേറെ വിധത്തിൽ പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് എ വെക്റ്റർ. ഈ വെക്റ്റർ എന്ന് പറഞ്ഞ സാധനത്തിന് ഒരു ഡയറക്ഷൻ ഉണ്ട്, ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. വെക്റ്റേഴ്സ് ഹാവ് എ ഡിറക്ഷൻ ആൻഡ് എ മാഗ്നിറ്റ്യൂഡ്. ഈ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ് അതിൻ്റെ അളവ്, അതെപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ അതിന് പുറമെ ഒരു ഡയറക്ഷൻ ഉണ്ട്. നമ്മൾ ഇതുവരെ കാണാത്തൊരു സാധനമാണ് ഒരു വെക്റ്റർ. ഓക്കെ, ഇതൊരു ഒരു 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 ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും കൂടി ചേർന്നിട്ടുള്ള ഒരു 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 അവയവമല്ല, ഒരു സാധനമാണ് ഒരു വെക്റ്റർ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്ററാണ്. ഈ പൊസിഷൻ എന്ന് പറയുന്നതും വെക്റ്ററാണ്. അതായത് ഈ x1 വെക്റ്ററാണ്, x2 വെക്റ്ററാണ്, ഡെൽറ്റ എക്സും വെക്റ്ററാണ്. നമ്മളിപ്പോൾ വൺ ഡയമെൻഷണൽ കേസല്ലേ ചെയ്യുന്നത്. അപ്പോൾ വൺ ഡയമെൻഷണൽ കേസിൽ നമുക്ക് ഡയറക്ഷൻ രണ്ടെണ്ണേ ഉള്ളൂ, പോസിറ്റീവ് ഡയറക്ഷൻ, നെഗറ്റീവ് ഡയറക്ഷൻ. അപ്പോൾ ഒരു നമ്പറിനെ മൈനസ് സൈൻ ഇട്ടിട്ട് റെപ്രസെൻ്റ് ചെയ്താൽ അതൊരു നെഗറ്റീവ് ഡയറക്ഷനിലുള്ള വെക്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വൺ ഡയമെൻഷണൽ കേസിലെ പൊസിഷൻസിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടൊക്കെ അല്ലേ എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം പൊസിഷൻ വെക്റ്ററാണ്, കാരണം അതിന് നെഗറ്റീവ് വാല്യൂസ് ഉണ്ട്, പോസിറ്റീവ് വാല്യൂസ് ഉണ്ട്. അതുമാതിരി തന്നെ ഈ ഡിസ്പ്ലേസ്മെൻറ്റും ഒരു വെക്റ്ററാണ്. അപ്പോൾ ഇത് വളരെ കാര്യമാണ്. ഈ ഡയറക്ഷൻ്റെ കാര്യം നിങ്ങൾ ഒരിക്കലും ജോബി മറക്കരുത്, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു പുതിയ കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പഴയ കാര്യങ്ങളായിട്ട് കമ്പയർ ഒക്കെ ചെയ്യും. പക്ഷേ പഴയ കാര്യമല്ല ഇതൊരു പുതിയ കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പുതിയ കോൺസെപ്റ്റ് പഠിക്കുമ്പോഴേ എങ്ങനെയാണ് അതായിട്ട് പൊരുത്തപ്പെടുക? പൊരുത്തപ്പെടാൻ ഒരു സൂത്രം എന്താണെന്ന് വെച്ചാൽ അതായിട്ട് നമ്മൾ കൂടുതൽ പഴകുക. അപ്പോൾ അങ്ങനെ പഴകി കുറേ കഴിയുമ്പോൾ നമുക്ക് അതിനോട് പുച്ഛം തോന്നും. പുച്ഛോ? ഇത് ഇത്രേ ഉള്ളൂ അല്ലേ, ഇതാണല്ലേ കാര്യം എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ വരും. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കോൺസെപ്റ്റിൻ്റെ എക്സാമ്പിൾ എടുക്കാം. ആദ്യത്തെ എക്സാമ്പിളിൽ ഒരു കാറ് x is equal to -100 എന്ന് പുറപ്പെട്ട് x is equal to +100 വരെ എത്തിയിട്ടുണ്ട്. ഇനീഷ്യൽ പൊസിഷൻ കാണിക്കാൻ വേണ്ടി ഞാൻ അവിടുത്തെ കാറിനെ ഇത്തിരി ഫെയ്ഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫെയ്ഡ് ഔട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്, ഇവിടെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എഴുതുകയാണെങ്കിൽ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു x2 മൈനസ് x1. x2 എന്ന് പറയുന്നത് ഫൈനൽ പൊസിഷൻ 100 മീറ്റേഴ്സ്, ഇനീഷ്യൽ പൊസിഷൻ -100 മീറ്റേഴ്സ്. അപ്പോൾ 100 മൈനസ് -100 ഇത് 200 മീറ്റേഴ്സ്.
പക്ഷേ ഇതിനൊരു ഡയറക്ഷൻ ഉണ്ടെന്നല്ലേ പറഞ്ഞത് ഞാൻ. അപ്പോൾ അതും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ എന്താ ചെയ്യറിയോ, ഇങ്ങനെ ഒരു വര വരയ്ക്കും. നമ്മൾ ഈ വെക്ടറിന് വേണ്ടിയിട്ട് വര വരയ്ക്കണൊക്കെ നമ്മൾ കൂടുതലും രണ്ടാമത്തെ ചാപ്റ്ററിൽ, അതായത് 2 ഡയമെൻഷണൽ മോഷൻ ചെയ്യുമ്പോഴാണ് ഇതൊക്കെ പഠിക്കുക. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ക്ലിയർ ആവും ആ സമയത്ത്. ഇപ്പോൾ തൽക്കാലം നമ്മൾ എല്ലാപ്പോഴും ഇങ്ങനെ വരയൊന്നും വരയ്ക്കില്ല, കാരണം ഈ 1 ഡയമെൻഷണൽ കേസിൽ 2 ഡയറക്ഷനിലേ ഉള്ളൂ, പ്ലസ്സും മൈനസും. പ്ലസ് കണ്ടാൽ അത് പോസിറ്റീവ് ഡയറക്ഷൻ, നെഗറ്റീവ് കണ്ടാൽ അത് മൈനസ് ഡയറക്ഷൻ നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ ഇവിടെ കാറ് സ്റ്റാർട്ട് ചെയ്യുന്നത് 100-ലാണ്, അവസാനിക്കുന്നത് -100-ലാണ്. അപ്പോൾ ഇവിടെ Δx വന്നിട്ട് അതേ ഡെഫിനിഷൻ x2 - x1 ഇസ് ഈക്വൽ ടു ഫൈനൽ പൊസിഷൻ എന്താണ്? ഫൈനൽ പൊസിഷൻ -100. ഓക്കെ, -100 മൈനസ് ഇനീഷ്യൽ പൊസിഷൻ എന്താണ്? ഇനീഷ്യൽ പൊസിഷൻ 100. അതെ. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് വന്നിട്ട് -200. കണ്ടോ? അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോയിന്റ് ചെയ്യണമെന്ന് അർത്ഥം. മൈനസ് സൈൻ ഉണ്ടെങ്കിൽ അതൊരു നമ്മുടെ പൊസിഷനും ഡിസ്പ്ലേസ്മെൻറ്റും ഒക്കെ വെക്ടറാണല്ലോ. അപ്പോൾ 1 ഡയമെൻഷണൽ കേസിൽ വെക്ടറാണെന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ പ്ലസ്സും മൈനസും ഒക്കെ. അവിടെ മൈനസ് സൈൻ ഉണ്ടെങ്കിൽ അതൊരു വെക്ടറാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു അത് ഞാൻ വേണമെങ്കിൽ വരച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഈ വെക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇനി ഒരു എക്സാമ്പിളും കൂടി. ഇവിടെ കാറ് -200 പുറപ്പെട്ടിട്ട് ഇങ്ങനെ പോയി 100 മീറ്റേഴ്സ് വരെ വന്നിട്ട് തിരിച്ച് മടങ്ങി -100-ലേക്ക് വരും. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് വന്നിട്ട് Δx ഇസ് ഈക്വൽ ടു x2 - x1. x2 എന്താണ്? x2 -100. അതെ, -100 മൈനസ് x1 എന്താണ്? x1 -200. അതെ, -200. അപ്പോൾ -100 -200 എന്ന് പറഞ്ഞാൽ -100 + 200 ഈക്വൽ ടു +100 മീറ്റേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് റെപ്രസെൻ്റ് ചെയ്യാൻ, വെക്ടറായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനൊരു വര വരയ്ക്കും. അപ്പോൾ കണ്ടോ, ഈ കാറ് ഇവിടം വരെ പോയി എന്നുള്ള കാര്യമൊന്നും നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റിലില്ല. അതായത് എവിടം വരെ വേണമെങ്കിലും പൊയ്ക്കോട്ടെ, നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റിലെ ഫൈനൽ പൊസിഷൻ ഇനീഷ്യൽ പൊസിഷൻ മാത്രമേ നോക്കുള്ളൂ. അവർ തമ്മിലുള്ള ഡിഫറൻസ് മാത്രമേ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിൽ കണക്കാക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത കോൺസെപ്റ്റ്, ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്, വി ആവറേജ് ഇസ് ഈക്വൽ ടു Δx ഡിവൈഡഡ് ബൈ Δt. എന്താണ് Δx? Δx ഇസ് ചേഞ്ച് ഇൻ പൊസിഷൻ, ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. Δtയോ? Δt എന്ന് പറയുന്നത് ടൈം ഇൻ്റർവെൽ, അതായത് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കവർ ചെയ്യാൻ എടുത്ത ടൈം ഇൻ്റർവെൽ. അതായത് നമ്മളിപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് തുടങ്ങിയപ്പോഴേ നമ്മുടെ ഒരു സ്റ്റോപ്പ് വാച്ച് ഉണ്ടെന്ന് വയ്ക്കാം. ആ സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ സ്റ്റോപ്പ് വാച്ചിൽ കണ്ട സമയമാണ് T1. നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് അതായത് x2 എത്തിയപ്പോഴേ നമ്മൾ സ്റ്റോപ്പ് വാച്ച് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് വാച്ചിലുള്ള സമയമാണ് T2. അപ്പോൾ ഈ T2 - T1 ആണ് ടൈം ഓഫ് ട്രാവൽ. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിനെ മാറി തന്നെ ആവറേജ് വെലോസിറ്റിയും ഒരു വെക്ടറാണ്. ഇവിടെ അത് നമ്മൾ പിന്നെ പഠിക്കും. അതായത് ഒരു വെക്ടറിനെ ഒരു നമ്പർ കൊണ്ട്, നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതും വെക്ടർ ആയിരിക്കും. ഇവിടെ നമ്മൾ x2 - x1 ഒരു വെക്ടർ അല്ലേ, x2 വെക്ടറാണ്, x1 വെക്ടറാണ്, x2 - x1 വെക്ടറാണ്. ആ വെക്ടറിനെ നമ്മൾ ഈ ഒരു നമ്പർ കൊണ്ട്, ഏത് നമ്പർ? 1/Δt, അതായത് 1/T2 - T1 എന്ന് പറഞ്ഞ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു വെക്ടറിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പോഴും നമുക്കൊരു വെക്ടർ കിട്ടും. അപ്പോൾ അതുകൊണ്ട് വി ആവറേജ് ഒരു വെക്ടറാണ്. നമ്മൾ 2 ഡയമെൻഷണൽ കേസൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു വെക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ മുകളിലൊരു വര വരയ്ക്കും.
ഓക്കെ, നിങ്ങളുടെ പുസ്തകത്തിൽ ഒരു വെക്ടറിനെ കാണിക്കാൻ അത് ബോൾഡായിട്ട് പ്രിൻറ്റ് ചെയ്യും. നമുക്കിവിടെ അങ്ങനെ ബോൾഡായിട്ടൊന്നും പ്രിൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ വെക്ടറെ കാണിക്കാൻ മുകളിൽ വര വരയ്ക്കും. നിങ്ങളുടെ ബുക്കിൽ ആവറേജ് കാണിക്കാനാണ് മുകളിൽ വര വരയ്ക്കുക. ഇവിടെ നമ്മൾ ആവറേജ് കാണിക്കാൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, വി ആവറേജ് എന്ന്. ആവറേജ് കാണിക്കാൻ മുകളിൽ വര വരയ്ക്കില്ല, കാരണം മുകളിൽ വര വരയ്ക്കുന്നത് നമ്മൾ വെക്ടറിനെ കാണിക്കാനാണ്. ഓക്കെ, അപ്പോൾ വെലോസിറ്റി അപ്പോൾ പറഞ്ഞ മാതിരി തന്നെ വെലോസിറ്റി ഈസ് എ വെക്ടർ. അതിനൊരു ഡയറക്ഷൻ ഉണ്ട്, ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്തിനാണ് ഞാനിവിടെ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടില്ല, വെറും വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് കാരണം ഏത് വെലോസിറ്റി ആയാലും ശരി, ആവറേജ് വെലോസിറ്റി ആയാലും ശരി, നമ്മൾ ഇനിയിപ്പോൾ വേറൊരു വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞ ഒരു സാധനം പഠിക്കും. ആ വെലോസിറ്റി ആയാലും ശരി, ആവറേജ് വെലോസിറ്റി ആയാലും ശരി, എല്ലാ വെലോസിറ്റിയും ഒരു വെക്ടറാണ്. കാരണം അതിനൊരു ഡയറക്ഷൻ ഉണ്ട്, ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് നമ്മളൊരു ആവറേജ് വെലോസിറ്റിനെ പറ്റി സംസാരിക്കുന്നത്? കാരണം എന്താ അറിയോ, മിക്കവാറും ഒരു വസ്തു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ, മോഷനിലാണെങ്കിലേ അതിൻ്റെ വെലോസിറ്റി തീർച്ചയായിട്ടും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഒരേ വെലോസിറ്റിയിൽ പോവാന്നൊക്കെ പറയുന്നത് അത് വെറും വല്ല സിമ്പിൾ എക്സാമ്പിളിൽ മാത്രമേ അങ്ങനെ ഒരേ വെലോസിറ്റിയിൽ ഒരു വസ്തു പോയിക്കൊണ്ടിരിക്കുള്ളൂ. വളരെ കൂടുതലും മോസ്റ്റ് ഓഫൺ ഒട്ടുമിക്കവാറും ഒരു സാധനം പോയിക്കൊണ്ടിരിക്കണമെങ്കിൽ അതിൻ്റെ വെലോസിറ്റി മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു കാറ് പോകണമെങ്കിൽ അത് അങ്ങനെ വെലോസിറ്റി മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ് ഒട്ടുമിക്കവാറുമുള്ള സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനാണ് നമ്മൾ ഈ ആവറേജ് വെലോസിറ്റി എന്നുള്ള സാധനം നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഇതാണ് നമ്മൾ കവർ ചെയ്ത ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ദ ടൈം ഇൻ്റർവെൽ. ഓക്കെ, അപ്പം നമുക്കിതിൻ്റെ എക്സാമ്പിൾ എടുക്കാം. നമ്മൾ പഴയ എക്സാമ്പിൾ തന്നെ. ഇതപ്പോൾ ഒരു കാറ് -100 നിന്ന് +100 വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ നമ്മൾ എഴുതി കഴിഞ്ഞു. ഒന്നും കൂടെ എഴുതാം. Δx is equal to x2 minus x1, 100 minus 100, 200 meters എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സമയമുണ്ടല്ലോ, അതായത് കാർ ഇവിടുന്ന് ഇതുവരെ വരാൻ 10 സെക്കൻഡ് എടുത്തു എന്ന് വയ്ക്കാം. ഓക്കെ, 10 seconds. 10 സെക്കൻഡിലാണ് കാറ് -100 നിന്ന് +100 മീറ്റേഴ്സിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡെഫിനിഷൻ പ്രകാരം വി ആവറേജ് ഈസ് ഈക്വൽ ടു Δx by Δt 200 by 10 equal to 20 meters per second. ഓക്കെ, അപ്പോൾ ഈ കാറിൻ്റെ വെലോസിറ്റി 20 meters per second ആണ്. വെലോസിറ്റി എന്താണ്, Δx വെക്ടർ ആയതുപോലെ തന്നെ ആവറേജ് വെലോസിറ്റിയും വെക്ടറാണ്. അപ്പോൾ ഇതിനെയും നമുക്ക് ഇതിനു മുമ്പ് കാണിച്ച മാതിരി ഒരു ആരോ വെച്ച് കാണിക്കേണ്ടി വരും. അതായത് ഇതാ ഇങ്ങനെ, എന്നിട്ട് ഇവിടെ 20 എന്ന് എഴുതും, 20 meters per second. അപ്പോൾ ഈ ആരോ ആണ് ഈ സിറ്റുവേഷനിലത്തെ വെലോസിറ്റി വെക്ടർ. ഓക്കെ, വെലോസിറ്റി വെക്ടർ ഇതാണ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വന്നിട്ട് 20 meters per second. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ. ഇതിന് മുമ്പ് ചെയ്ത എക്സാമ്പിൾ തന്നെ. ഇവിടെ Δx നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, -100 -200 meters ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതും 10 സെക്കൻഡിലാണ് ട്രാവൽ ചെയ്തിരിക്കണമെന്ന് വയ്ക്കാം. അപ്പോൾ ഇവിടെ വി ആവറേജ് ഈക്വൽ ടു -200 by 10 is equal to -20 meters per second. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. കാരണം ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ ആ പോസിറ്റീവ് സൈനുള്ള സാധനത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. കാരണം 1 dimensional മോഷനിൽ 2 ഡയറക്ഷനേ ഉള്ളൂ, പോസിറ്റീവ് ഡയറക്ഷനും നെഗറ്റീവ് ഡയറക്ഷനും. അപ്പോൾ ഈ വെലോസിറ്റി വെക്ടർ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ ഇതാ. നമ്മൾ ഇതിനു മുമ്പ് കൺസിഡർ ചെയ്ത എക്സാമ്പിൾ തന്നെ.
അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. എന്താണ്? ഫൈനൽ പൊസിഷൻ -100, ഇനീഷ്യൽ പൊസിഷൻ -200, -100 -200 is -100 + 200, that is equal to +100. ഇത് ഞാൻ ശരി, ഇതൊരു 10 സെക്കൻഡില്ല, ഒരു 25 സെക്കൻഡ് എടുത്തു എന്ന് വിചാരിക്കുക. കാരണം ഇത് കാറ് ഇങ്ങനെ പോയിട്ട് തിരിച്ചു വന്നതല്ലേ. അപ്പോൾ ഇത്രയും ദൂരം പോകാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി എടുത്ത സമയം 25 സെക്കൻഡാണെന്ന് വയ്ക്കാം. 25 സെക്കൻഡാണെന്ന് വയ്ക്കാം. അപ്പോൾ ഇവിടെ വി ആവറേജ് എന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണിത്? 100/25 ഈക്വൽ ടു 4 meters/second. ഓക്കെ, അതായത് കാർ ഇവിടുന്ന് ഇതുവരെ പോയി മടങ്ങി ഇവിടെ എത്തി. പക്ഷേ നമ്മൾ ഡിസ്പ്ലേസ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം കാറ് നല്ല പതുക്കെ 4 meters/second ബിറുന്ന് ഇതുവരെ പോയ മാതിരിയാണ് നമുക്ക് ഡിസ്പ്ലേസ്മെന്റിൽ നിന്ന് കിട്ടുന്ന വെലോസിറ്റി. അതാണ് ആവറേജ് വെലോസിറ്റി. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അത് ഇവിടം വരെ പോയിട്ട് ഇവിടെ വരെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റിൽ നമ്മുടെ ആവറേജ് വെലോസിറ്റിയിൽ അതൊന്നും നോക്കില്ല. എന്താണ് ഫൈനൽ പൊസിഷൻ, എന്താണ് ഇനീഷ്യൽ പൊസിഷൻ. അപ്പോൾ ഈ സമയം, അതായത് ഇവിടുന്ന് ഇതുവരെ പോയിട്ട് തിരിച്ചു വന്ന സമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് ഇങ്ങനെ മെല്ലെ ബെറുന്ന് മെല്ലെ പോയി 4 meters/second പോയിട്ട് ഇവിടെ എത്തിയ മാതിരിയാണ്. ഓക്കെ, ഇതിനെപ്പറ്റി നമുക്ക് സ്പീഡിനെ പറ്റി പറയുമ്പോൾ ഇത് കുറച്ചും കൂടെ മനസ്സിലാവും. അല്ല ജിതിൻ, നമ്മളൊരു സാധാരണ ഒരു ആവറേജ്, ഒരു സാധനത്തിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതപ്പോൾ ഒരു സാധനം ഉണ്ടെന്ന് വെക്കുക, അതായത് അതിനൊരു 3 വാല്യൂ ഉണ്ടെന്ന് വെക്കുക. അപ്പോൾ അതിൻ്റെ ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കുക? ആ 3 വാല്യൂയും കൂടെ ആഡ് ചെയ്തിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇല്ലെങ്കിൽ ഒരു 5 വാല്യൂസ് ഉണ്ടെന്ന് വെക്കുക. അപ്പോൾ ഈ 5 വാല്യൂസിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ 5 വാല്യൂസും കൂടെ ആഡ് ചെയ്തിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ജോബി പറഞ്ഞ കാര്യം മനസ്സിലായി. അതായത് ജോബി പറയണത് എന്താ, അപ്പോൾ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെന്ന് വയ്ക്കാം ഇവിടുന്ന് ഇതുവരെ. ഓക്കെ, Δx ഇവിടുന്ന് ഇതുവരെ ഒരു ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പോൾ ജോബി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടുത്തെ വെലോസിറ്റി, ഇവിടുത്തെ വെലോസിറ്റി, ഇവിടുത്തെ വെലോസിറ്റി, ഇവിടുത്തെ വെലോസിറ്റി, ഇവിടുത്തെ വെലോസിറ്റി, അങ്ങനെ ഇവിടുത്തെ എല്ലായിടത്തെയും വെലോസിറ്റിയൊക്കെ കണ്ടുപിടിച്ച് അതൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ എത്ര വെലോസിറ്റി ആഡ് ചെയ്തോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കണം എന്നല്ലേ പറയണത്? അതെ, അങ്ങനെയല്ലേ സാധാരണ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുക. ആ, ജോബിക്ക് ഒരു കാര്യം അറിയോ? ജോബി പറഞ്ഞ സാധനം തന്നെയാണ് ഇതും. അത് ശരി. ഞാൻ കാണിച്ചു തരാം. ഒരു എക്സാമ്പിൾ എടുത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഈ ഡിസ്പ്ലേസ്മെൻറ്റിലെ, അതായത് Δx ഡിസ്പ്ലേസ്മെൻറ്റിലെ നമുക്ക് ഈ ഒരു ഭാഗം വരെ ഒരു വെലോസിറ്റി എന്ന് വയ്ക്കാം. പിന്നെ ഇവിടുന്ന് ഇതുവരെ വേറൊരു വെലോസിറ്റി, പിന്നെ ഇവിടുന്ന് ഇതുവരെ വേറൊരു വെലോസിറ്റി. ഓക്കെ, അതായത് ഇവിടുത്തെ ഡെൽറ്റ ഇത്രയുള്ള ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ Δx1 എന്ന് പറയാം. ഇവിടുന്ന് ഇതുവരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ Δx2 എന്ന് പറയാം. ഇവിടുന്ന് ഇതുവരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് Δx3 എന്ന് പറയാം. ഈ Δx1 എടുത്ത സമയം 5 സെക്കൻഡാണെന്ന് വയ്ക്കുക. ഈ Δx2 എടുത്തതിനുള്ള സമയം 2 സെക്കൻഡാണെന്ന് വയ്ക്കാം. ഇവിടുന്ന് ഇതുവരെ Δx3 എടുത്ത സമയം 3 സെക്കൻഡാണെന്ന് വയ്ക്കുക. ഈ മോഷനിൽ ഒരേ വെലോസിറ്റിയാണെന്ന് വയ്ക്കുക, ഈ മോഷനിലും ഒരേ വെലോസിറ്റിയാണെന്ന് വയ്ക്കുക, ഈ മോഷനിലും ഒരേ വെലോസിറ്റിയാണെന്ന് വയ്ക്കുക. അപ്പോൾ ഞാൻ അവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു, അതിനെപ്പറ്റി പറയാൻ മറന്നു. കണ്ടോ,
യൂണിഫോം മോഷൻ ഇസ് മോഷൻ വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. അതായത് എന്തുകൊണ്ടാണ് നമ്മൾ ആവറേജ് വെലോസിറ്റിനെ പറ്റി പറയണമെന്ന് ഞാൻ പറഞ്ഞു. കാരണം സാധാരണ നിലയിൽ സാധാരണ സിറ്റുവേഷൻസിൽ ഒട്ടുമിക്കവാറും വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഈ മോഷനിൽ മുഴുവൻ ഇന്ന വെലോസിറ്റിയാണെന്ന് പറയാൻ പറ്റില്ല. അത് വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കില്ല. അതുകൊണ്ട് ഒരു ആവറേജ് വെലോസിറ്റിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. പക്ഷേ വെലോസിറ്റി മാറണില്ലെങ്കിൽ അങ്ങനത്തെ മോഷനെയാണ് യൂണിഫോം മോഷൻ എന്ന് പറയാം. സോ ഇതൊക്കെ വെറും ഡെഫിനേഷൻസ് ആണ്. അതൊക്കെ കുറേ പേരുകളാണ് കേട്ടോ. അങ്ങനെ കുറേ പേരുകളൊക്കെ പഠിച്ചുകൊണ്ട് നമുക്ക് ഫിസിക്സ് പഠിച്ചു എന്നായില്ല കേട്ടോ. ഇപ്പോൾ കൈനമാറ്റിക്സിൻ്റെ ഡെഫിനേഷൻ അറിയാം, ഡൈനാമിക്സിൻ്റെ ഡെഫിനേഷൻ അറിയാം, യൂണിഫോം മോഷൻ്റെ ഡെഫിനേഷൻ അറിയാം. അതുകൊണ്ടൊന്നും കാര്യമില്ല. ഓക്കെ, എന്തായാലും അത് അറിഞ്ഞിരിക്കണം. കാരണം ആൾക്കാർ വല്ലതും ചോദിക്കില്ല എന്താണ് യൂണിഫോം മോഷൻ എന്ന് ചോദിച്ചാൽ എന്താണ് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ എന്ത് ഫിസിക്സ് പഠിക്കണം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വെലോസിറ്റി ഉള്ള മോഷൻ. അപ്പോൾ ഇവിടെ ഈ ഡെൽറ്റ എക്സ് വൺ കവർ ചെയ്യുന്നത് ഡെൽറ്റ എക്സ് വൺ യൂണിഫോം മോഷനിലാണ് കവർ ചെയ്യുന്നത്. അതേമാതിരി ഡെൽറ്റ എക്സ് ടുവും യൂണിഫോം മോഷനിലാണ് കവർ ചെയ്യുന്നത്. ഡെൽറ്റ എക്സ് ത്രീയും യൂണിഫോം മോഷനിലാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇതുവരെ ഒരു വെലോസിറ്റി കോൺസ്റ്റന്റ് വെലോസിറ്റി, ഇവിടുന്ന് ഇതുവരെയും കോൺസ്റ്റന്റ് വെലോസിറ്റി, പക്ഷേ വേറെ വെലോസിറ്റി, ഇവിടുന്ന് ഇതുവരെ വേറൊരു കോൺസ്റ്റന്റ് വെലോസിറ്റി. അപ്പോൾ നമുക്ക് ജോബി പറഞ്ഞ മാതിരി ഈ 5 സെക്കൻഡിലും ഓരോ സെക്കൻഡിലും വെലോസിറ്റി കണ്ടുപിടിച്ചിട്ട് അതൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ഇവിടുത്തെ 2 സെക്കൻഡിലും ഓരോ സെക്കൻഡിലും വെലോസിറ്റി കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യാം. ഇവിടുത്തെ 3 സെക്കൻഡിലും വെലോസിറ്റി കണ്ടുപിടിച്ച് ഇതൊക്കെ ആഡ് ചെയ്യാം. എന്നിട്ട് എത്ര ആഡ് ചെയ്തോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് ഇതുവരെ എടുത്ത വെലോസിറ്റി എന്താണ്? കാരണം ഇത് യൂണിഫോം വെലോസിറ്റിയാണ്. ഇവിടെ ഇത്രയും ദൂരം പോകുമ്പോൾ വെലോസിറ്റി മാറുന്നില്ല. അതെന്താണത്? ഇത് കവർ ചെയ്യാൻ എടുത്ത വെലോസിറ്റി അതെന്താണത്? ഡെൽറ്റ, അത് ഞാൻ ഇവിടെ എഴുതാട്ടോ, അവിടെ സ്ഥലം ഉണ്ടാവില്ല. ഡെൽറ്റ x1/5. കാരണം ആ ഡെൽറ്റ x1 5 സെക്കൻഡ്സിലാണ് കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 5 സെക്കൻഡ്, ആദ്യത്തെ 5 സെക്കൻഡിൽ ഓരോ സെക്കൻഡിലും ഇത് തന്നെയാണ് വെലോസിറ്റി. കാരണം കോൺസ്റ്റന്റ് വെലോസിറ്റിയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടുത്തെ 5 സെക്കൻഡിലത്തെ വെലോസിറ്റീസ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഡെൽറ്റ x1/5 ആദ്യത്തെ സെക്കൻഡ്, ഡെൽറ്റ x1/5 രണ്ടാമത്തെ സെക്കൻഡ്, ഡെൽറ്റ x1/5 മൂന്നാമത്തെ സെക്കൻഡ്, ഡെൽറ്റ x1/5 നാലാമത്തെ സെക്കൻഡ്, ഡെൽറ്റ x1/5 അഞ്ചാമത്തെ സെക്കൻഡ്. അപ്പോൾ ആദ്യത്തെ 5 സെക്കൻഡിലുള്ള വെലോസിറ്റീസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യും. ഇനി രണ്ടാമത്തെ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ x2, അവിടെ ആ ഡിസ്പ്ലേസ്മെന്റിനടുത്ത വെലോസിറ്റി എന്താണ്? ഡെൽറ്റ x2/2. അത് ഈ അടുത്ത 2 സെക്കൻഡിനും അതേ തന്നെയാണ് വെലോസിറ്റി. കാരണം ഇവിടുന്ന് ഇതുവരെ കോൺസ്റ്റന്റ് വെലോസിറ്റിയാണ്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ആറാമത്തെ സെക്കൻഡിൽ ഡെൽറ്റ x2/2, ഏഴാമത്തെ സെക്കൻഡിൽ ഡെൽറ്റ x2/2. കാരണം വെലോസിറ്റി ഈ 2 സെക്കൻഡിൽ ഒരേ വെലോസിറ്റിയാണ്. എന്താണത്? ഈ ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്യാനെടുത്ത വെലോസിറ്റി ഡെൽറ്റ x2/2. ഇനി അടുത്ത 3 സെക്കൻഡിൽ വെലോസിറ്റി സെയിം ആണ്. അപ്പോൾ അടുത്ത 3 സെക്കൻഡിലത്തെ ഓരോ സെക്കൻഡിലും ഒരേ വെലോസിറ്റിയാണ്. അതെന്താണത്? ഡെൽറ്റ x3/3. അപ്പോൾ അടുത്ത 3 സെക്കൻഡിൽ ഡെൽറ്റ x3/3 പ്ലസ് ഡെൽറ്റ x3/3 പ്ലസ് ഡെൽറ്റ x3/3. ഇവിടെ എത്ര ഉണ്ടോ? 1 2 3 4 5. അപ്പോൾ 5 ഇൻറ്റു ഡെൽറ്റ x1/5 പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ x2/2 പ്ലസ് 3 ഇൻറ്റു ഡെൽറ്റ x3/3. എന്താണത്? അപ്പോൾ 5 5 ക്യാൻസലാവും, 2 2 ക്യാൻസലാവും, 3 3 ക്യാൻസലാവും. അപ്പോൾ ഇതെന്താണത്? ഡെൽറ്റ x1 പ്ലസ് ഡെൽറ്റ x2 പ്ലസ് ഡെൽറ്റ x3. അപ്പോൾ നമ്മൾ വെലോസിറ്റീസ് ഒക്കെ ആഡ് ചെയ്തു. എന്നിട്ട് എത്ര എണ്ണം ആഡ് ചെയ്തു അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്യാം. എത്ര എണ്ണം ഉണ്ട്? 5ഉം 2ഉം 3ഉം. 5 2 7 7 3 10. അതുതന്നെയാണ് ഇതും. എന്താണിത്? ആവറേജ് വെലോസിറ്റി, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ടേക്കൺ. എത്ര സമയം എടുത്തു? 5 സെക്കൻഡ് പ്ലസ് 2 സെക്കൻഡ് 7 സെക്കൻഡ് 7 സെക്കൻഡ് പ്ലസ് 3 സെക്കൻഡ് 10 സെക്കൻഡ്. അപ്പോൾ ഇതന്നെയാണ് നമ്മുടെ ഞാൻ പറഞ്ഞ ഡെഫിനിഷനും. ഓ, അത് ശരി.
അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ജോബി പറഞ്ഞ മാതിരി ആവറേജ് തന്നെയാണ് ഈ ആവറേജ്. അതായത് ഓരോ വെലോസിറ്റി എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് ടോട്ടൽ നമ്പർ കൊണ്ട് ആഡ് ചെയ്യുന്നത് തന്നെയാണ് ഈ ആവറേജ്. ഓക്കെ, ശരി. ഇനി അടുത്തത് ആവറേജ് സ്പീഡ്. ഓക്കെ, ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ. ഞാൻ പറഞ്ഞു ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും സെയിം അല്ല. അതേമാതിരി തന്നെ ആവറേജ് വെലോസിറ്റിയും ഇല്ലെങ്കിൽ വെലോസിറ്റിയും സ്പീഡും സെയിം അല്ല. ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും സെയിം അല്ല. കാരണം സ്പീഡ് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്, അതിന് ഡയറക്ഷൻ ഇല്ല. വെലോസിറ്റി ഒരു വെക്ടറാണ്, അതിന് ഡയറക്ഷൻ ഉണ്ട്. സ്പീഡ് ഇസ് നോട്ട് എ വെക്ടർ, ഇറ്റ് ഇസ് എ സ്കെയിലർ. ആവറേജ് സ്പീഡ് ഇസ് നോട്ട് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് വെലോസിറ്റി. പൊതുവെ പറഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആവറേജ് സ്പീഡ് ഇസ് നോട്ട് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് വെലോസിറ്റി. ഓക്കെ, എക്സാമ്പിൾ എടുക്കാം. ഇവിടെ എത്രയാണ്? ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് അല്ല എടുക്കുന്നത്, ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ടൈം ടേക്കാണ്. അപ്പോൾ ഇവിടെ ആവറേജ് സ്പീഡ് എത്രയാണ്? എത്ര ദൂരം ട്രാവൽ ചെയ്തു? 100 + 100 200. അപ്പോൾ ഇവിടെ സ്പീഡ് ആവറേജ് എന്താണ്? സ്പീഡ് ആവറേജ് എന്താണ്? ഇത്ര ഡിസ്റ്റൻസ് ട്രാവൽഡ് 200. ഇതും ഞാൻ മുമ്പിലത്തെ കേസിൽ പറഞ്ഞ മാതിരി, അടുത്ത പ്രീവിയസ് സ്ലൈഡിൽ പറഞ്ഞ മാതിരി 10 സെക്കൻഡാണ് എടുത്ത് വയ്ക്കുക. 10 seconds. (20 meters/second). ഈ 20 meters/second എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി അല്ല കേട്ടോ, എക്സാക്ട്ലി 72 km/h ആവും. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ. അപ്പോൾ ഇവിടെ ആവറേജ് സ്പീഡും എന്താണ്, ആവറേജ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും സെയിം ആണ്. പക്ഷെ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ആവറേജ് സ്പീഡ് ഇസ് നോട്ട് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് വെലോസിറ്റി എന്നല്ലേ. അത് പൊതുവേ പറഞ്ഞതാണ്. പൊതുവേ എല്ലായ്പ്പോഴും ആവറേജ് സ്പീഡ് മാഗ്നിറ്റ്യൂഡ് ആവറേജ് വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കില്ല. ഇവിടെ നമ്മൾ ഇതിനു മുമ്പിൽ കണ്ടത് ഇവിടെ നമ്മൾ കണ്ടത് എന്താ അറിയോ? ഇവിടെ എന്താ കണ്ടത്? ഇവിടെ ആവറേജ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് 20 meters/second ആണ്. ഓക്കെ, ഇവിടെ സെയിം ആണ്. ഇവിടെ സ്പീഡും ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും സെയിം ആണ്. ഇനി അടുത്തത്, ഇവിടെ സ്പീഡ് ആവറേജ്. ഇവിടെ എത്ര ദൂരം പോയി? ഇവിടെ 100 + 100 200 meter. അതും 10 സെക്കൻഡ് എടുത്തു വയ്ക്കാം. അപ്പോൾ ഇവിടെയും 200/10 20 meters/second. ഓക്കെ, ഇത് സ്പീഡ് എന്ന് പറയുന്നത് വെക്ടർ അല്ല, അപ്പോൾ ഡയറക്ഷൻ ഇല്ല. പക്ഷേ ഇവിടെയും ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റീൻ്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണ് അല്ലേ? നമ്മളതല്ലേ കണ്ടത്? രണ്ടാമത്തെ കേസിലും നമ്മൾ കണ്ടത് ആവറേജ് വെലോസിറ്റി -20 meters/second ആണ്. അതിൻ്റെ ആവറേജ് വന്നിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വന്നിട്ട് +20. ഞാൻ പറഞ്ഞില്ലേ, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അളവാണ്, അതെപ്പോഴും പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ ആവറേജ് വെലോസിറ്റി -20 meters/second ആണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വന്നിട്ട് +20. അപ്പോൾ അതുതന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ കേസ്. ഇവിടെ എത്ര ദൂരം പോയി? ഞാൻ പറഞ്ഞെന്തറിയോ? ഇവിടുന്ന് ഇതുവരെ പോയി, പിന്നെ തിരിച്ച് ഇതുവരെ വന്നു. അപ്പോൾ എത്ര ടോട്ടൽ ഡിസ്റ്റൻസ്? ഇവിടെ ഞാൻ പറഞ്ഞതിന് മുമ്പിൽ എന്താ പറഞ്ഞത്? 25 സെക്കൻഡ് എടുത്തു എന്നല്ലേ പറഞ്ഞത്? 25 സെക്കൻഡ് എടുത്തു എന്നല്ലേ പറഞ്ഞത് ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് തിരിച്ചു വരാൻ. അപ്പോൾ അത് മനസ്സിലാക്കി കേട്ടോ. അപ്പോൾ എത്ര ദൂരം പോയി? ഇവിടുന്ന് 200 meter + 100 300 meter ആദ്യം പോയി. പിന്നെ തിരിച്ച് 200 meter 500 meter മൊത്തം ട്രാവൽ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇവിടുന്ന് 200 + 100 300
തിരിച്ച് ഒരു 200, മൊത്തം 500 മീറ്റർ. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇസ് 500 മീറ്റേഴ്സ്. എത്ര സമയം എടുത്തു? 25. അപ്പോൾ അതെത്രയാണ്? അപ്പോൾ ഇവിടെ ആവറേജ് സ്പീഡ് വന്നിട്ട് 20 മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ്. പക്ഷേ ഇവിടെ ആവറേജ് വെലോസിറ്റി എന്താണ്? 4 മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ്, അല്ലേ? 4 മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡാണോ 20 മീറ്റേഴ്സ് പെർ സെക്കൻഡ്? അല്ല. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതായത് ഇവിടെ എന്താണ് ആവറേജ് വെലോസിറ്റി വന്നിട്ട് 4 മീറ്റേഴ്സ് പെർ സെക്കൻഡ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡും 4 മീറ്റേഴ്സ് പെർ സെക്കൻഡ്. പക്ഷേ ഇവിടെ ആവറേജ് സ്പീഡ് വന്നിട്ട് 20 മീറ്റേഴ്സ് പെർ സെക്കൻഡ്. ഇതാണ് ഞാൻ പറഞ്ഞത്. 25 സെക്കൻഡിൽ ഇത്രയും ദൂരം പോയി വരാൻ അതിൻ്റെ ആവറേജ് സ്പീഡ് വന്നിട്ട് 20 മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആയിരുന്നു, അതായത് 72 കിലോമീറ്റർ പെർ അവർ ആയിരുന്നു. പക്ഷേ നമ്മളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കുമ്പോഴേ വളരെ പതുക്കെ, അത് ഞാൻ പറഞ്ഞില്ല, 4 മീറ്റർ പെർ സെക്കൻഡിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം നമ്മൾ ആവറേജ് വെലോസിറ്റി കണക്കാക്കുമ്പോൾ അത് എവിടം വരെ പോയി ഒന്നും നോക്കില്ല. എന്തായിരുന്നു ഫൈനൽ പൊസിഷൻ, എന്തായിരുന്നു ഇനീഷ്യൽ പൊസിഷൻ. അപ്പം അതിനെ സംബന്ധിച്ച് ആവറേജ് വെലോസിറ്റിൻ്റെ കാൽക്കുലേഷൻ പ്രകാരം ഇത് ഇവിടെ നിന്ന് ഇവിടം വരെ വന്നു. എത്ര സെക്കൻഡിൽ? 25 സെക്കൻഡിൽ. അപ്പോൾ 25 സെക്കൻഡിൽ ഇവിടുന്ന് ഇതുവരെ വരണമെങ്കിലേ വളരെ പതുക്കെയല്ലേ വരുള്ളൂ, 4 മീറ്റർ പെർ സെക്കൻഡിലല്ലേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ എന്താണ് ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 4 മീറ്റർ പെർ സെക്കൻഡ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇതാണ്, ഇത്രേ പറയാനുള്ളൂ ഈ ടോപ്പിക്സിനെ പറ്റിയിട്ട്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിനെ പറ്റി പഠിച്ചു. ഡിസ്പ്ലേസ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ് പഠിച്ചത്? അതൊരു വെക്ടറാണ്, ഒരു ദിശയിലുള്ള ദൂരമാണെന്ന് പഠിച്ചു. അപ്പോൾ അതിൻ്റെ 3 എക്സാമ്പിൾസ് നമ്മൾ നോക്കി. പിന്നെ നമ്മൾ ആവറേജ് വെലോസിറ്റീനെ പറ്റി പഠിച്ചു, അതും ഒരു വെക്ടറാണ്. പിന്നെ നമ്മൾ പഠിച്ചു ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും എപ്പോഴും ഒരേമാതിരി ആയിരിക്കില്ല. ഇത് ഇവിടെ നമ്മൾ ആ 3ാമത്തെ എക്സാമ്പിൾ അത് നമുക്ക് വളരെ ക്ലിയറായി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചത്. അപ്പോൾ ഇത് ഇവിടെ തീർന്നു. അടുത്തത് നമ്മൾ അടുത്ത വീഡിയോയിൽ. ഓക്കെ.